മത്തിയൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണല്ലോ ഇപ്പോൾ. അപ്പോൾ നല്ല മുട്ടയൊക്കെ ഉള്ള മത്തി ഉണ്ടാവും. അതുപോലെ നല്ല മുട്ടയും നെയ്യൊക്കെ ഉള്ള മത്തി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കുന്നതിലും കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ട് നല്ല നാടൻ രീതിയിൽ നമുക്ക് മത്തിപ്പീര വറ്റിച്ചത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മത്തി അതിൻ്റെ മുട്ടയും കൂടെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ട് ഒരിത്തിരി, അതായത് ഒരു 2 ടീസ്പൂണ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് എടുക്കുക. വെള്ളം കൂടുതൽ ഒഴിക്കരുത്, വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇങ്ങനെ കുടയുമ്പോൾ തന്നെ അതിൻ്റെ മുള്ള് വേറെ ഇറച്ചി വേറെ ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് എല്ലാ മുള്ളും എടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു പരുവത്തിലേക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. കുറച്ച് തേങ്ങ, അതിലേക്ക് ഒരു 5-6 പീസ് ചെറിയ ഉള്ളി, പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണെങ്കിൽ പച്ചമുളക് ഇടുക. ഞാനിപ്പോൾ കാന്താരി മുളക് ആയതുകൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നമ്മൾ ചമ്മന്തിയൊക്കെ ചതച്ചെടുക്കൂലേ, ചമ്മന്തി അരക്കൂലേ, അതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ ഈ മീൻ വേവിച്ചെടുത്ത അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുകും നമ്മുടെ ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകം നിങ്ങൾ തേങ്ങ അരക്കണ സമയത്ത് അതിൽ ചേർത്തിരുന്നാലും മതി കേട്ടോ. ചെറിയ ജീരകവും ആ കടുകും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് വറ്റൽമുളക് കയ്യിലുണ്ടെങ്കിൽ ഒരു പീസ് വറ്റൽമുളക് രണ്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരില്ല, നല്ലൊരു സ്മെല്ല് വരും നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട്. ആ തേങ്ങ ഒന്ന് മൊരിഞ്ഞ് വരുമ്പം ആ ഒരു സ്മെല്ല് വരും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാന്താരി ആയതുകൊണ്ട് കുറച്ച് എരിവുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മത്തി മുള്ളൊക്കെ കളഞ്ഞ് വെച്ചത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ തീയൊന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. ഒന്നും കൂടെ ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മത്തിപ്പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നാടൻ റെസിപ്പിയും കൂടാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.